ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ശത്രുതയുടെ കെട്ടുകൾ അഴിയാനും ശത്രുത ശമിക്കാനും ഞാൻ എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ നിരവധി ആളുകളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. സ്വന്തം അനുഭവത്തിലുണ്ട്. നമ്മൾ എത്ര ക്ഷമിക്കണം, മാറ്റണം, പൊറുക്കണം, തിരുത്തണം എന്ന് വിചാരിച്ചാൽ ഇങ്ങനെ തെകിട്ടി വരുന്നത് പോലെ, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും മുറിവുകളും വേദനിക്കപ്പെടുന്നതും അല്ലെങ്കിൽ മുറിവിങ്ങനെ വിങ്ങുന്നത് പോലെ ഉണങ്ങാത്ത മനസ്സിൻ്റെ ആ വേദനകൾ, അത് നമ്മൾ രോഗിയാക്കി കളയും, ഉറക്കമില്ലാതാക്കും, നമുക്ക് വേണ്ട അനുഗ്രഹങ്ങൾ വഴികളൊക്കെ തടസ്സപ്പെടുത്തി കളയും. മംഗളകാര്യങ്ങൾ വരും, പക്ഷെ നടക്കത്തില്ല. എല്ലാ നല്ല കാര്യങ്ങളും വന്നു ചേരും, നമ്മളിലോട്ട് അത് ചേർന്നാൽ അതിനു മുമ്പ് തട്ടിത്തൂക്കി പോകുന്ന അവസ്ഥ. അപ്പോൾ പക്ഷേ വചനം കേട്ട് ക്ഷമിച്ച് ക്ഷമോടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ തടസ്സങ്ങൾ മാറി, ഓഹരി കിട്ടിയത്, വസ്തുവിൽപ്പന നടന്നത്, കല്യാണം നടന്നത്, വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത വ്യക്തി ഒന്നുമില്ലെന്നും പറഞ്ഞാൽ വന്ന, പക്ഷേ ഒരു ലോഡാ ക്ഷമിക്കാനുണ്ടായിരുന്നത്. ഇപ്പം NLP ട്ടൊക്കെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് 1 2 3 കുഞ്ഞുങ്ങളെ കൊടുത്തു. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ നിരവധി സംഭവങ്ങളും അനുഭവങ്ങളും ഉണ്ട്. എന്ത് ചെയ്തിട്ടും ഗതി പിടിക്കുന്നില്ല, കെട്ടഴിയുന്നില്ല, ഉയർച്ച ലഭിക്കുന്നില്ല. ഇത് തന്നെ പ്രധാന കാര്യം. ഏത് വെറുപ്പ്? ചിലർക്ക് സ്വയം വെറുപ്പ്, സ്വന്തം ജന്മത്തെ, ജീവിതത്തെ, ആണായിപ്പോയതിൽ, പെണ്ണായിപ്പോയതിൽ, ഈ കുടുംബത്തിൽ ജനിച്ചതിൽ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ അങ്ങനെ, ഇതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കാൻ നമ്മൾ ആരാ? നമ്മൾ ഉടമസ്ഥരല്ലല്ലോ. ജോബ് 1:10 പറയുന്നുണ്ട്, അവിടുന്ന് ജീവനും സ്വത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സംരക്ഷിക്കുന്നു. നമ്മുടെ ജീവനും സ്വത്തും സമ്പത്തും എല്ലാം ആത്യന്തികമായ അതിൻ്റെ ഉടമസ്ഥാവകാശം ദൈവത്തിന്. നമ്മൾ ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കുക, പിന്നെ ദൈവം തരുന്നതിനെല്ലാം നന്ദി പറയുക. അനുകൂലമായാലും എല്ലാവരെയും ശരിയാക്കാനോ എല്ലാം മാറ്റാനോ നമുക്ക് കഴിവൊന്നുമില്ല. അതിലും ഭേദം ഉടമസ്ഥനായ ദൈവത്തിന് കൊടുക്കുക. കർത്താവേ, നീ എന്ന എൻ്റെ പങ്കാളി, ദൈവമേ നീ എന്ന എൻ്റെ ഭർത്താവ്, നീ എന്ന എൻ്റെ ഭാര്യ, നീ എന്ന എൻ്റെ മക്കൾ, എൻ്റെ അയൽവാസി, എൻ്റെ മാതാപിതാക്കൾ, അല്ലെങ്കിൽ എൻ്റെ കൂട്ടായ്മയിലെ അംഗങ്ങൾ, കർത്താവേ ഞങ്ങളുടെ സഭയിലെ അംഗങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ അയൽവാസികൾ, ഈ ദേശവാസി. ചിലർ ഈ നാട്ടിലുള്ള ആരും ശരിയല്ല, നാട് വിട്ട് പോയിട്ട് അവസാനം പാപ്പരടിച്ച അവരറിയാം, അല്ലെങ്കിൽ കൂടപ്പറമ്പ് ആരും ശരിയല്ല, ചത്താ ശവം പോലും കാണരുതെന്ന് പറഞ്ഞ് പോയവരാ. അതുപോലത്തെ തന്നെ കാര്യങ്ങൾ വന്ന് അവസാനം എല്ലാവരും കാണാൻ ആഗ്രഹിച്ചിട്ടും കാണാൻ പറ്റാത്ത അവസ്ഥകൾ. അപ്പോൾ വെറുപ്പെന്ന് പറഞ്ഞാൽ അത്രക്ക് ക്യാൻസറിനേക്കാൾ അപ്പുറം. ക്യാൻസർ ശരീരത്തിന് ബാധിക്കുന്ന, പക്ഷേ മറ്റേ വെറുപ്പെന്ന് പറഞ്ഞാൽ അത് രോഗിയാക്കും. സൈക്കോസോമാറ്റിക് ഡിസീസ്. ബന്ധനങ്ങളാക്കി മാറ്റും, അന്ധരാക്കും, രോഗിയാക്കും, ഉറക്കം നഷ്ടപ്പെടുത്തും, പ്രതികാരികളാക്കും, മരിക്കണം, ചാകണം, കൊല്ലണം, ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെയാണ്. ഞങ്ങൾ ജയിലിലൊക്കെ പോയി ക്ലാസ്സുകളൊക്കെ എടുക്കുകയും അവരായിട്ടൊക്കെ ഇങ്ങനെയുള്ള പലരുമായിട്ട് ഇടപെടുകയും സംസാരിക്കുകയും, എൻ്റെ ദൈവമേ അന്നത്തെ അവസ്ഥയും ഇന്നത്തെ അവസ്ഥയും ക്ഷമിച്ചു കഴിഞ്ഞപ്പോൾ പൊളിച്ചു മാറ്റിയതുപോലെ മാറി, അല്ലെങ്കിൽ ഇത്രയും വലിയ അനുഗ്രഹമാണ് കിട്ടുന്നതെന്ന് ഓർത്തില്ല എന്ന്, ഇത് എങ്കിൽ പണ്ടേ ക്ഷമിക്കാരുതെന്ന് പറഞ്ഞ അവസ്ഥകൾ. എന്തൊരു സമാധാനമാണ് കിട്ടുന്നത്. ആദ്യമേ തന്നെ നമുക്ക് തന്നെ കിട്ടും. അപ്പോൾ അതിന് പ്രാർത്ഥിക്കാൻ ഉതകുന്ന, ശത്രുത ശമിക്കാൻ, വെറുപ്പ് മാറാനുള്ള വചനങ്ങളാണ് സങ്കീർത്തനം 23:5-6. ശത്രുക്കളുടെ മുമ്പിൽ അവിടെ നിന്ന് നിനക്ക് വരുന്നൊരുക്കും, നിന്റെ ജീവിതകാലം മുഴുവൻ അവിടുത്തെ നന്മയും കരുണയും നിന്നെ അനുഗമിക്കും, എന്നെ അനുഗമിക്കും. നന്മയും കരുണയും വേണം, പക്ഷേ ക്ഷമിക്കാൻ തയ്യാറില്ല, അത് പറ്റത്തില്ല. ക്ഷമിക്കാൻ തയ്യാറായാൽ ശത്രുക്കളുടെ മുമ്പിൽ ദൈവം ഒരു അത്ഭുതമായ അടയാളമായി നിന്നെ ഉയർത്തും. എവിടെ നിന്റെ കണ്ണുനീര് വീണോ, എവിടെ നാണം കെട്ടോ, എവിടെ വേദനിച്ചോ, ആരെല്ലാം ചവിട്ടി താഴ്ത്തിയോ കാണിച്ചു തരാമെന്നുള്ള രീതിയല്ല, അവിടെയെല്ലാം ദൈവം ഉയർത്തും. വീണ്ടും മത്തായി 5:44-45. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം നമ്മളെ തന്നെ തിരഞ്ഞെടുത്തത്. നമ്മളിപ്പോൾ കഷ്ടപ്പെടുന്നവരില്ലേ, നമ്മളെക്കുറിച്ച് ഇല്ലാക്കഥ പറഞ്ഞില്ലേ, നമ്മളെ നാണം കെടുത്തിയവരില്ലേ, വഴി തടസ്സപ്പെടുത്തിയവരില്ലേ, വിവാഹം മുടക്കിയവരില്ലേ, നമുക്ക് കിട്ടേണ്ട ഓഹരികൾ തട്ടിയെടുത്തവരില്ലേ, ആരും ആട്ടെ, ദൈവം എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇവരാരും തന്നില്ലെങ്കിലും എത്തേണ്ടത് നമ്മളെ തേടി എത്തും. അത് ഉറപ്പുള്ള കാര്യമാണ്. അതാണ് ദൈവിക സംവിധാനം. ചരിത്രം പറഞ്ഞു തരുന്നതാണ്, ബൈബിൾ പറഞ്ഞു തരുന്നതാണ്. ഇന്ന് പ്രാർത്ഥിക്കാനായിട്ടൊക്കെ വരുന്ന പലരും ഓടി വന്നിട്ട്, ബ്രദറെ അന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ല, ഇത്രയും തിരിഞ്ഞു പറഞ്ഞു വരുമെന്ന് ഓർത്തില്ലെന്ന് പറയാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താനിടയാകും. നിങ്ങളുടെ കമൻസുകൾ അയക്കണം, അനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാനിടയാകും. നോട്ട് ചെയ്ത് വെച്ചോ. ഹല്ലേലൂയ. അപ്പോൾ
സങ്കീർത്തനം 23:5-6, മത്തായി 5:44-45 വചനങ്ങൾ. എല്ലാ ദിവസവും ഈ വചനങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കും. നമ്മളിലങ്ങനെ അത് മാംസം ധരിക്കട്ടെ. ചിലർ ചത്താലും ക്ഷമിക്കൂല. ഫലമോ? ആത്മാവ് നശിച്ചു പോകും. ജീവിക്കുന്ന ജീവിതവും മരിച്ചതിന് തുല്യമായ, ചത്തതിനൊപ്പമേ ജീവിച്ചിരിക്കുന്ന അവസ്ഥ. എല്ലാവരുടെയും വെറുപ്പും സ്വയം നിന്നേയും മടുപ്പും. ജീവിക്കുന്ന ഒരു മിനിറ്റ് നിന്നാലത് സന്തോഷത്തോടെ. അരിപ്പൂവൊക്കെ കണ്ടിട്ടില്ലേ? ഈ ചെറിയ കുഞ്ഞിപ്പൂവുള്ള പാടത്തും വരമ്പിലൊക്കെ നിൽക്കുന്നത്. ആ അരിപ്പൂക്കളൊക്കെ കണ്ടിട്ടില്ലേ? കുറച്ച് സമയത്തേക്കാണ്, കുറച്ച് ഏതാനും ദിവസത്തേക്കൊക്കെയാണ്, പക്ഷെ എത്ര മനോഹരമായിട്ടാണ് അതിൻ്റെ നിപ്പ്. ഇതുപോലെ തന്നെ നമ്മുടെ ഈ ജീവിതം, എല്ലാറ്റിൻ്റെ മേൽ ഉടമസ്ഥാവകാശം ദൈവം നൽകിയ നമ്മുടെ ജീവിതം അങ്ങനെ വല്ലവരുടെയും കാൽച്ചോട്ടിൽ വെച്ച് ആ വെറുപ്പും പറഞ്ഞ് അടിമയായ നമ്മൾ വിഗ്രഹാരാധനയിലാണ്. അതിനെ വിഗ്രഹാരാധന എന്ന് പറയുന്നത്. വില്യം വേഴ്സ്വർത്തിൻ്റെ കവിതയുണ്ട്, ഐ വാസ് ആംഗ്രി വിത്ത് മൈ ഫോയ്, ഐ ടോൾഡ് ഇറ്റ് നോട്ട് മൈ റാത്ത് ഡിഡ് ഗ്രോ എന്നും പറഞ്ഞിട്ട്. അതായത് വെറുപ്പ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. ചേരാനല്ലൂർ നിവാസികളുടെ കുടിവെള്ളം മുട്ടിച്ച കള്ളനെ പിടികൂടി എന്ന് പറഞ്ഞ് പത്രത്തിൽ വന്നു. മെയിൻ പൈപ്പിലേക്ക് കടന്നുകൂടിയ ചെറിയ വേരുകൾ വളർന്ന് വലുതായി വീർത്ത് അത് ഒത്തിരി നീളത്തിൽ പൈപ്പിനെ അകത്ത് തിക്കിക്കളഞ്ഞു. പൈപ്പിൽ വെള്ളമുണ്ട്, പക്ഷേ ആ ഒരു നിശ്ചിത പ്രദേശത്തേക്ക് വെള്ളം വന്നിട്ട് നാളുകളായി. അത് ഒരുപാട് പരിശോധനകളിലൂടെയാണ് അവസാനം വെള്ളം കുടി മുട്ടിച്ച കള്ളനെ കണ്ടുപിടിച്ചു. ഒരു മരത്തിൻ്റെ വേരാണ് കണ്ടുപിടിച്ചെന്നും പറഞ്ഞിട്ട്. ഇത് പറഞ്ഞത് ഇതാണ്, ഇതുപോലെ വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് നമ്മളെ നശിപ്പിക്കും, ബന്ധങ്ങൾ ശിഥിലമാകും, അന്ധരാക്കും, ആത്മാവ് നഷ്ടപ്പെടും, തലമുറകൾക്കും കൃപ നഷ്ടപ്പെടും. അതാ കുഴപ്പം. മാനസാന്തരം ഉണ്ടായില്ലെങ്കിൽ ഇത് തലമുറകളിലോട്ട് പോകും. ഏറ്റുപറയാത്ത പാപം, ക്ഷമിക്കാത്ത പാപം, മാപ്പ് കൊടുക്കാത്ത അവസ്ഥ മാരകമായ അവസ്ഥയാണ്. അപ്പോൾ റോമ 10:19-21 വരെ, പ്രിയപ്പെട്ടവരെ, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ ആരെങ്കിലോടും പ്രതികാരം ചെയ്യണം, അവൻ നശിച്ച് കാണണം, ഞാൻ നശിച്ചാലും വേണ്ടില്ല എന്ന് വിചാരിച്ചാൽ അവൻ്റെ അപ്പുറത്തെ നാശമായിരിക്കും നമുക്ക് വരാൻ പോണത്. അതുകൊണ്ട് നാശം കാണാൻ കാത്തിരിക്കല്ലേ, പ്രാർത്ഥിക്കല്ലേ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് മാപ്പ് പറയുക, അവരോട് ക്ഷമിക്കുക, രമ്യതപ്പെട്. പ്രിയപ്പെട്ടവരെ, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിൻ്റെ ക്രോധത്തിന് വിട്ടേക്കുക. എന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, പ്രതികാരം എൻ്റേതാണ്, ഞാൻ പകരം വീട്ടും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. മാത്രമല്ല, നിൻ്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക. വല്ലതും കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇനിയും കൊടുത്തേക്ക്. അതാ സുവിശേഷം പറയുന്നത്. ദൈവാരൂപി നിറഞ്ഞവർ ചെയ്യേണ്ടത് അതാണ്. പ്രൈസലോ. ഇതുള്ള പ്രാർത്ഥനാരൂപി മൊത്തം പോവും, ബൈബിൾ മുഴുവൻ അരച്ച് കലക്കി കുടിക്കും, വചനം മുഴുവൻ ആയിരക്കണക്കിന് പ്രാവശ്യം. അങ്ങനത്തെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. നിങ്ങളങ്ങനെ ആവണമെന്നില്ല. കൂടാത്ത ധ്യാനമൊന്നുമില്ല. ഇനി ബന്ധന ധ്യാനം എവിടെയുള്ള, ഏതാ ഉള്ളത്, ബ്രദർ എവിടെ വല്ലയിടത്തും മണ്ണുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. നല്ലൊരു വചനമൊക്കെ കേൾക്കണം, പക്ഷേ മരിച്ചാലും ക്ഷമിക്കൂല, മാപ്പ് കൊടുക്കൂല. അത് പുറത്തുള്ളവരോടല്ല, പലരുടെയും ശത്രുക്കളകത്ത് തന്നെയാണ്. ഒരേ വീട്ടിൽ കിടന്നിട്ട് ഒരേ മുറിയിൽ തന്നെ 2 കെട്ടിലേക്ക് കിടക്കുക, അല്ലെങ്കിൽ മാറിക്കിടക്കുക, അല്ലെങ്കിൽ ഒരേ വീട്ടിലുള്ളവർ തമ്മിൽ സമാധാനത്തിൻ്റെ അവാർഡ് മേടിക്കുക. അങ്ങനെ വഴക്ക് കാരണം നാളുകളായിട്ട് മിണ്ടുന്നില്ല, അത് അവാർഡാണ്, അല്ല. പ്രൈസലോ. അപ്പോൾ പ്രതികാരം എൻ്റേതാണ്, ഞാൻ പകരം വീട്ടു എന്ന് കർത്താവല്ല ചെയ്യുന്നു. മാത്രമല്ല, നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക. ഇതുവഴി അവൻ്റെ ശിരസിൽ തീക്കനലുകൾ കൂന കൂട്ടും. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ. പരിശുദ്ധാത്മാവെ, ക്ഷമിക്കുന്ന സ്നേഹം കൊണ്ട്, കൃപ കൊണ്ട് എന്നെ നിറക്കണേ എന്ന് പ്രാർത്ഥിക്കുക. എന്നെ നിറക്കണമേ. എന്നെ വേദനിപ്പിച്ചവരെയും ഞാൻ മൂലം വേദനിച്ചവരെയും യേശുവിൻ്റെ തിരക്തം കൊണ്ട് കഴുകി ഞങ്ങളിൽ ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ കൃപ നിറക്കണേ എന്ന് ഒരു 10 പ്രാവശ്യം പ്രാർത്ഥിക്കുക. ഈ വചനങ്ങൾ മത്തായി 5:44-45, സങ്കീർത്തനം 23:5-6, റോമ 10:19-21 ഈ വചനങ്ങൾ പറഞ്ഞ് എഴുതി വെച്ചിട്ട് പറഞ്ഞ് ഒരു 10-30 പ്രാവശ്യം ഓരോ ദിവസം, ഒരു മാസമെങ്കിലും പ്രാർത്ഥിക്കുക. പടിപടിയായിട്ട് നിങ്ങളുടെ മുഖമൊക്കെ തെളിയും. മുഖത്തൊക്കെ വന്ന കരിമംഗല്യം പോലത്തെ പാടുകളൊക്കെ ഇല്ലേ. ഞാൻ ഡോക്ടറൊന്നും അല്ല, പക്ഷെ ചികിത്സേനേക്കാൾ മരുന്നുകൾ പുരട്ടിയിട്ടും അകത്ത് കഴിച്ചിട്ടും മാറാത്ത പല അലർജികളും പാടുകളും ഒക്കെ മാറും. അങ്ങനെ പലരും ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് പ്രാർത്ഥനക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ എന്താ ചെയ്തതെന്ന് മറ്റുള്ളവർ ചോദിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താനിടയാകും. കമൻസിലൂടെ സാക്ഷ്യപ്പെടുത്താനിടയാകും. വാട്സാപ്പിലൂടെ സാക്ഷ്യങ്ങൾ ഇടുന്നവരുണ്ട്. നീണ്ടു നിവർന്ന് നിൽക്കാൻ സാത്താൻ നമ്മളിങ്ങനെ ചങ്ങലയിട്ട് വലിച്ചുകൊണ്ടിരിക്കും. വെറുപ്പെന്ന് പറഞ്ഞാൽ അതാണ്. ഒരു നന്മയും ചെയ്യാൻ അനുവദിക്കില്ല. ഒരു നന്മയും നമ്മിലേക്ക് എത്താൻ അനുവദിക്കാതെ അവിടം വരെ എത്തിച്ചിട്ട് ഇങ്ങനെ പിടിച്ചു വലിച്ച് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതാണ് വെറുപ്പ്. ഹേറ്റ്രഡ് ഈസ് ആൻ ആസിഡ്, ഇറ്റ് കൊറോഡ്സ് ദ കണ്ടെയ്നർ. വെറുപ്പ് ആസിഡ് വെക്കുന്ന പാത്രം പോലെ ആ പാത്രത്തെ പോലും, മുടിയെ പോലും ദ്രവിപ്പിച്ച് കളയും.
അപ്പം നമ്മളെ തന്നെ സ്വയം നശിക്കുന്ന ഈ വെറുപ്പ് പലർക്കും അറിയില്ല കർത്താവേ. ഇത് അവരവർ തന്നെയാണ് നശിക്കുന്നത്. മറ്റുള്ളവരുടെ നാശവും ശത്രു സംഹാരവും നോക്കിയിരിക്കുമ്പോൾ അവരവർ തന്നെ താന്നു പോകും. ഇതാ പഴയ നിയമത്തിലെ ദൈവദാസൻ ജോസഫ് തന്നെ പൊട്ടക്കിണറ്റിലെറിഞ്ഞവരോടും ഇല്ലാവചനം പറഞ്ഞു വരുത്തിയവരോടും ജയിലിൽ കിടന്നപ്പോൾ സഹായിക്കാമെന്ന് പറഞ്ഞ തന്ത്രപൂർവ്വം മറന്നു കളഞ്ഞവരും സ്വാഭാവികമായിട്ട് തന്നെ തഴഞ്ഞവരും എല്ലാവരോടും ക്ഷമിച്ച് അവസാനം ദൈവം ജോസഫിനെ ഈജിപ്തിലെ പ്രധാനമന്ത്രി പദത്തിലെത്തിക്കുക. അത് ക്ഷാമകാലത്ത് അവനെ പരിത്യജിച്ചവർ അവൻ്റെ മുമ്പിൽ സഹായം തേടി വരുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. അവരോട് ആരോടും പ്രതികാരം ചെയ്തില്ല. എന്നെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞ് ഫറവോയുടെ അന്തഃപുരത്തിൽ നിന്ന് എല്ലാവരെയും പുറത്താക്കിയിട്ട് സഹോദരങ്ങളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ വിചാരിച്ചു ഇവൻ അഭിനയിക്കണേണ്, അപ്പം മരിച്ചു കഴിയുമ്പോൾ നമുക്കിട്ട് പണി തരാനാണ്. അത് കേട്ടപ്പോൾ ജോസഫിന് കൂടുതൽ സങ്കടമായി. കൂടുതൽ സഹായങ്ങളും വാഗ്ദാനങ്ങളും അവർക്ക് കൊടുക്കുകയാണ്. അതാണ് ദൈവാരൂപി നിറഞ്ഞാള. ഇതിനൊന്നും പാഴാക്കി കളയാൻ സമയമൊന്നും ഉണ്ടാകത്തില്ല. നെഗറ്റീവൊക്കെ വിട്ട് കളയണം. ഉള്ളിലെ മുഴകളൊക്കെ പോവും, ഹാർട്ടിലെ ബ്ലോക്ക്, അതുപോലെ ആമാശയത്തിലെ മുഴ, അൾസർ, കുരുക്കൾ, പൈൽ സംബന്ധമായ പൈൽസ്, രഹസ്യരോഗങ്ങൾ, ഇതൊക്കെ മാറിപ്പോകും. തേയ്മാനം എന്നൊക്കെ പറഞ്ഞു വരുന്നത് കുടഞ്ഞെറിഞ്ഞ പോലെ നല്ല രക്തപ്രവാഹം ഉണ്ടാവും, നല്ല തിളക്കം കിട്ടും, നല്ല സന്തോഷം കിട്ടും, ജീവിതം നല്ല ചൈതന്യമുള്ളതായിട്ട് മാറും, നല്ല പ്രസരിപ്പോടെ ജീവിക്കാൻ സാധിക്കും. ഇത് ബൈബിള് കയ്യിൽ നിന്ന് ഇറക്കത്തില്ല. പക്ഷേ ബൈബിളും പിടിച്ച് ഒരു വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞു ചെയ്താൽ ഫുൾ ടൈം മോളിൽ പോയി മോളിലത്തെ മുറിയിലിരിക്കുക. ഭാര്യനോട് മിണ്ടുന്നില്ല, മക്കളോടൊക്കെ ഒന്നും ചിരിക്കുന്നില്ല, എല്ലാവരോടും കളിക്കാനും ചിരിക്കാനും മക്കളും പേരക്കിടാങ്ങളും ഒക്കെ ആയി ഇരിക്കുമ്പോൾ നല്ല സന്തോഷത്തോടെ ഉള്ള സോണും അതും ഇതും കസ്മാറ്റിക്കും എല്ലാം പറഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷേ സ്വന്തം കുടുംബത്തെ ഹിറ്റ്ലറിനെ പോലെ. അതാണ് ദൈവാരൂപി. അല്ല, തെറ്റിദ്ധാരണയാണ്. പ്രാർത്ഥനക്കാരാണെന്ന് പറഞ്ഞൊന്ന് ചിരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആത്മീയത എന്ന് പറയുന്നത് തമാശ പറയാൻ പാടില്ല, അല്ലെങ്കിൽ സന്തോഷിക്കാൻ പാടില്ല. ആരാ നിങ്ങളെ ഇതൊക്കെ പഠിപ്പിച്ചെന്നത്? ചിലരൊക്കെ ആരെയൊക്കെയോ അനുകരിച്ച് ഒരു വിഷാദ രോഗികളെ പോലെ, അല്ലെങ്കിൽ വരിഞ്ഞു മുറുകി ഭയങ്കര സർവാധിപതികളെ പോലെ എല്ലാത്തിൻ്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുത്ത് നടക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഇവിടെ അതുപോലെയുള്ള പല കേസുകളും വന്നിട്ട് പൊട്ടിച്ച് വിട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പൊട്ടിച്ചെന്ന് പറഞ്ഞാൽ പൊട്ടിത്തകർത്ത് തെറ്റിദ്ധാരണയുടെ ദുരാത്മാവ്, വെറുപ്പിൻ്റെ ദുരാത്മാവ് മാറിക്കഴിയുമ്പോൾ ചിരിക്കാൻ തുടങ്ങും, മാറ്റം വരാൻ തുടങ്ങും. അവരിലൂടെ അനേകർ ആത്മരക്ഷ പ്രാപിക്കും. അത് സാധിക്കാതിരിക്കാനാണ് സാത്താൻ ഇങ്ങനെ ഇവരെ കബളിപ്പിക്കുക, തെറ്റിദ്ധരിക്കുക സാത്താൻ്റെ പ്രധാന ആയുധമാണ്. അതുകൊണ്ട് നീ വചനം കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും സ്വയം ക്ഷമിക്കുക. സ്വയം മടുപ്പ്, വെറുപ്പ്, പണ്ടുണ്ടായ കാര്യങ്ങളും കഥയും പറഞ്ഞിട്ട് ഇതെല്ലാം പറഞ്ഞു ആരെങ്കിലും എന്തെങ്കിലും നേടിയിട്ടുണ്ടോ? പണ്ട് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് നമ്മൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. മരിച്ചവരോട് പോലും ക്ഷമിക്കാനുള്ളവരുണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ. സ്വയം മരിക്കാൻ നോക്കിയവരും പ്ലാൻ ചെയ്തവരൊക്കെ ഉണ്ട്. ദൈവാത്മാവ് അതെല്ലാം വെളിപ്പെടുത്തുന്നുണ്ട്. വിട്ടുമാറാതെ മൈഗ്രെയിൻ, സൈനസിൻ്റെ കെട്ടൽ, ഫ്ലോ ഇല്ല, കെട്ടിക്കിടക്കുന്ന ബ്ലോക്ക്, ഒരിക്കൽ പോലും ആരോടും തുറന്ന് സംസാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ കുമ്പസാരത്തിൽ പോലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇനി അതിനുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. റീസലോ വചനം വെച്ച് പ്രാർത്ഥിക്കുക. തിരക്തം കൊണ്ട് കഴിഞ്ഞെന്ന് യേശുനാമത്തിൽ ബന്ധനം കഴിയട്ടെ, കെട്ടോ പൊട്ടട്ടെ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാനാമത്തിൽ ആമേൻ. ഈ പ്രോഗ്രാം ശുശ്രൂഷ നിങ്ങൾക്ക് പ്രയോജനപ്രദമെങ്കിൽ ഇത് ആവശ്യമുള്ള കിട്ടാത്ത മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് സെയിൻറ്റ് മേരീസ് പേമൻസിയുടെ സുവിശേഷ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ സന്മനസ്സോടെ പങ്കുകാരാകാം. സന്മനസ്സുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ ദൈവാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കും. നിങ്ങളുടെ ഷെയർ, ലൈക്ക്, കമൻറ്റ് ഇതെല്ലാം ഞങ്ങൾക്ക് വലിയ സപ്പോർട്ടായിരിക്കും. ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണേ. പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വീണ്ടും പറയുക, ആരോടും വാശിയും പ്രതികാരവും വെച്ചൊന്നും ചെയ്യരുത്. പ്രതികാരം ദൈവത്തിന് വിട്ടുകൊടുത്തേക്കാം. പറ്റുന്ന സഹായം ചെയ്തു കൊടുക്കുക. അതാണ് കുരിശിൽ, യേശുവിൽ നമ്മൾ കാണുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും. ഹല്ലേലൂയ.